ബോസ് സീസൺ 7 ഈ ഷോ തീർന്നു. എന്നിട്ടും പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. പ്രശ്നങ്ങൾ തന്നെ. കപ്പ് അനുമോക്ക് കിട്ടിയതാണ് കുറച്ച് പേരുടെ പ്രശ്നം. അത് ആ ബിഗ് ബോസിൽ നിന്നവർക്കാണ് കുഴപ്പം. കൂടുതൽ സ്ത്രീകൾക്കാണ് കേട്ടോ. എനിക്ക് കിട്ടാത്തത് അവക്ക് കിട്ടരുത് എന്നുള്ള കുറച്ച് സ്ത്രീകൾ കേട്ടോ. അതൊരു കുശുമ്പെന്ന് പറഞ്ഞാൽ പോരെ. കുശുമ്പിൻ്റെ മേൽ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അത് പറയണം. പുരുഷന് കിട്ടിയാലും സ്ത്രീക്ക് കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് സ്ത്രീകൾ. എന്തായാലും എനിക്ക് തോന്നുന്നു അതിൽ ആണുങ്ങളൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. കുശുമ്പൊക്കെ ഉണ്ടെങ്കിലോ മരുന്നൊന്നും വലുതായിട്ടൊന്നും പുറത്ത് പറയുന്നില്ല. അവിടെ നിൽക്കുന്ന ആർക്കും PR ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ണുന്ന ചോറാണ്. എല്ലാവർക്കും ഉണ്ട്, ഒരു മനുഷ്യർക്കും ഇല്ലാതില്ല. ഏറ്റവും കൂടുതൽ PR ഉള്ള അനീഷിനെന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം. പിന്നെ അക്ബർക്കെന്നുമാണ്. അതിൻ്റെ ഇടയിൽ അനിമോൾ ആയിക്കോട്ടെ. അനിമോൾക്ക് ഒത്തിരി ആരാധകരില്ല. ഒരുപാട് പേരവരെ ഫോളോ ചെയ്യുന്നു. 10 ലക്ഷം പേരുണ്ട്. അവരെയൊക്കെ ആരാധകരില്ല. അത് കുറച്ച് പേരെങ്കിലും വോട്ടിട്ടാൽ ഇല്ലേ. പിന്നെ കുറേ അവർ ബിഗ് ബോസിൽ കൊടുത്ത കണ്ടൻറ്റുകൾ, അത് ബിഗ് ബോസ് അവസാനം എടുത്ത് കാണിക്കുന്ന അനിമോൾ കൊടുത്ത കണ്ടൻറ്റുകൾ, അത് ഏഷ്യനൈറ്റ് തന്നെ പറയുന്നു 90% കണ്ടൻറ്റ് അനിമോളാണ് ബിഗ് ബോസിൽ കൊടുത്തതെന്ന്. അപ്പോൾ പിന്നെ അതിന് അർഹതപ്പെട്ടത് അനിമോളല്ലേ? ഈ ആളുകളൊക്കെ വായി വരുന്നത് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നാൽ ഒരു PR വിചാരിച്ചാൽ ജയിക്കൂ? ഇല്ല. അവരിറങ്ങി കളിച്ചാലേ ആളുകൾ വോട്ടിടൂ. PR ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം വോട്ട് പിടിച്ചു കൊടുക്കുമായിരിക്കും. ബാക്കി ജനങ്ങളും കൂടി ഇട്ടാലല്ലേ ഇവർക്ക് ജയിക്കാൻ പറ്റൂ. അതെന്താണ് ചിന്തിക്കാത്തത്? പക്ഷേ ബിഗ് ബോസിലെ കുറച്ച് സ്ത്രീകൾ ചിന്തിക്കത്തില്ല. കുശുമ്പ്. എനിക്ക് കിട്ടാത്ത അവൾക്ക് കിട്ടാൻ പാടില്ല, അവളെ എങ്ങനെയെങ്കിലും തളർത്തുക. ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നത് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കുക. എന്തെങ്കിലുമൊക്കെ ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കിൽ അത് കിട്ടുന്നത് നിങ്ങൾ മേടിക്കുക. പുറത്ത് ആരെങ്കിലും വല്ല ഉദ്ഘാടനത്തിന് വിളിക്കുക, വല്ല സിനിമയിലോ ഒക്കെ വിളിക്കുക. അതും കൂടി ഇല്ലാതാക്കാതിരിക്കുക. ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക. കിട്ടേണ്ട അർഹതയുള്ളവർക്ക് കിട്ടട്ടെ, നമുക്കതിനുള്ള യോഗമില്ല എന്ന് വിചാരിക്കുക. അനിമോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി വൻ സ്വീകരണം കൊടുത്തു. അത് കണക്ക് തന്നെ ഷാനവാസിന് കൊടുത്തു, അനീഷിന് വൻ സ്വീകരണം ഉണ്ടായിരുന്നു. പക്ഷെ അനീഷിൻ്റെ മുഖത്തൊരു വിഷമമുണ്ട് കേട്ടോ. അനീഷ് നല്ലതുപോലെ പ്രതീക്ഷിച്ചിരുന്നു കപ്പ്. അനീഷെ വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാം ഈശ്വര നിശ്ചയമാണ്, അല്ലാതെ PR ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അനീഷിനും PR ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ അനീഷ് അവസാനം ഇട്ട് കല ഉടച്ച് കളഞ്ഞു. അനീഷിന് അനിമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അനിമോൾ അത്ര ആളുകളിട്ട് കുത്തിയ സമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നു എങ്കിൽ കുറച്ച് വോട്ട് അനീഷിന് ചിലപ്പോൾ കിട്ടിയാന്. ചിലപ്പോൾ അനീഷ് ഒന്നാമൻ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അനീഷ് അത് ചെയ്തില്ല. അവളെ കുത്തി നോവിച്ച് പുറത്ത് മോശം പേര് വരട്ടെ, ആ വോട്ടും കൂടി എനിക്ക് പിടിക്കാമെന്ന് അനീഷ് വിചാരിച്ച്. അതാണ് അനീഷിന് പറ്റിയ അബദ്ധം. അത്ര നല്ല പുള്ളിയൊന്നും അല്ല അനീഷ്. നമുക്ക് സ്ത്രീകൾക്ക് കാണുമ്പോൾ അറിയാം. അനീഷും അവിടെ നല്ല വൃത്തിയാണ് തന്നെ കളിച്ചത്. ബെന്നി, ശൈത്യ, ബിൻസി, ഈ 3 എണ്ണത്തിനും എൻ്റെ പൊന്നോ ഇത്രയും കുശുമ്പെന്താ? ഇത് എവിടുന്ന് വന്ന സൈസുകൾ? ഇതൊക്കെ ജനിച്ചപ്പോൾ സമയം മാറിയെങ്ങാനും ജനിച്ചാണ്. എൻ്റെ പൊന്നോ, അഭിനയിക്കാനൊക്കെ അറിയാമല്ലോ ബെന്നി. ആ സമയത്തൊന്ന് അഭിനയിച്ചുകൂടായിരുന്നു? അനിമോക്ക് കപ്പ് കിട്ടിയത് ഞെട്ടി. ഒരുത്തിയാണെങ്കിൽ ശൈത്യ എന്ന് പറഞ്ഞ ഒരുത്തിയാണെങ്കിൽ അനങ്ങിയില്ല. പെട്ടെന്ന് ഷോക്കായിപ്പോയി. എൻ്റെ പൊന്നോ, എന്തൊക്കെ കാണണം.